أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. صدق الله مولانا العظيم. فعلى أمة محمد صلى الله عليه وسلم. ഏറെ പവിത്രമായ വെള്ളിയാഴ്ച ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഇതിലേറെ സന്തോഷത്തിലും സ്നേഹത്തിലുമായി നാളെ അവൻ്റെ ജന്നത്തുൽ നഈം എന്ന സ്വർഗത്തിൽ മുത്ത ഹബീബിൻ്റെ ജിവാരിലായി നമ്മെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കുമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, വിശുദ്ധ ശഅബാനിലെ വളരെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വളരെയേറെ പ്രാധാന്യത്തോടെ ബറക്കത്തിനെ ചോദിക്കാൻ അല്ലാഹു തആല പറഞ്ഞ മാസമാണ് പരിശുദ്ധ ശഅബാൻ. നമുക്ക് മനസ്സിലാക്കിയതുപോലെ റജബിലെ ബറക്കത്ത് അല്ലാഹുവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ശഅബാൻ മാസത്തിലെ ബറക്കത്ത് അത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മാത്രമല്ല, ശഅബാൻ മാസത്തെ ഹൃദയത്തെ ശുദ്ധിയാക്കാനുള്ള ആത്മസംസ്കരണത്തിനുള്ള ഒരു മാസമായി നാം തിരഞ്ഞെടുക്കുകയാണെങ്കിലും നമുക്ക് മുന്നിൽ ആത്മവിശുദ്ധിക്ക് മാതൃകയാക്കി നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്. ഹൃദയവിശുദ്ധിയുടെ ആത്മസംസ്കരണത്തിന്റെ ഏറ്റവും മഹത്തരമായ മാതൃക അത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അതാണ് ഖുർആനിൽ പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹു പറയുന്നുണ്ട്, പരിശുദ്ധ ഹബീബേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യത്താൽ, ലിൻത ലഹും, അങ്ങത്ര സൗമ്യമായിട്ടാണ് ആളുകളോട് പെരുമാറുന്നത്. അല്ലാഹുവിൽ നിന്നുള്ള അപാരമായ കാരുണ്യം കാരണമായി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചരരോട്, ജനങ്ങളോട് എത്രമേൽ കാരുണ്യത്തോടെയാണ്, എത്രമേൽ സൗമ്യമായിട്ടാണ്, എത്ര ശാന്ത സുന്ദരമായിട്ടാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുമാറുന്നത്.
വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലം ഫദ്ദു മിൻ ഹൗലിക്. പരിശുദ്ധ ഹബീബേ, അങ്ങെങ്ങാനും ആളുകളോട് പരുക്കമായി പെരുമാറിയിരുന്നെങ്കിൽ അവരൊക്കെ അങ്ങയിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ സൗമ്യമായിട്ടാണ്, അത്രമേൽ ലാളിത്യത്തോടെയാണ്, അത്രമേൽ സ്നേഹത്തോടെയാണ്, സഹിഷ്ണുതയോടെയാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയത്. ഏത് ഘട്ടത്തിലും, ആഹ്ലാദകരമായ അവസ്ഥയിലും ദുരിതങ്ങൾ നിറഞ്ഞ അവസ്ഥയിലും വളരെയധികം സമചിത്തതയോടെ ആ ഒരു സാഹചര്യത്തെ നോക്കിക്കാണാൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത്രമേൽ സൗമ്യനായിരുന്നു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് എത്രമേൽ മഹോന്നതനായിരുന്നു, എത്ര വലിയ മഹത്വമാണ്, എത്ര വലിയ ആദരവാണ് അല്ലാഹു തആല ഹബീബിന് നൽകിയത്. സയ്യിദു ഉൽദി ആദം, ആദം സന്തതികളിലെ നേതാവായിട്ടാണ്, അഷ്റഫുൽ ഖൽഖായിട്ടാണ്, അല്ലാഹുവിന്റെ സർവ്വ സൃഷ്ടികളിലെയും ഉത്കൃഷ്ടനായ വ്യക്തിയായിട്ടാണ് അല്ലാഹു ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിച്ചത്, മഹത്വം നൽകിയത്. വറഫഅനാ ലക ദിക്റക, ഹബീബേ, അങ്ങയുടെ പ്രകൃതിയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. അതാണല്ലോ സിദ്റത്തുൽ മുൻതഹയും കടന്ന് ആ അല്ലാഹുവിന്റെ മഹോന്നതമായ സവിധത്തിലേക്ക് ചെന്നെത്താൻ കഴിഞ്ഞത്, അല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അതാണ് ഒരു ഉറുദു കവി പാടിയത്. സിദ്റാ സെ ഭി ആഗേ കോൻ ഗയാ ജിബ്രീൽ അമീൻ സെ പൂച്ചോ. മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു നോക്കണം നിങ്ങൾ, സിദ്റത്തുൽ മുൻതഹയും കടന്ന അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് അങ്ങ് കടന്നു പോകാൻ അവസരം ലഭിച്ചതാർക്കാണ് എന്ന്. അത് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ലഭിച്ച പ്രത്യേകതയാണ്. മറ്റൊരു നബിമാർക്കും ലഭിക്കാത്ത, മറ്റൊരു മനുഷ്യനും ലഭിക്കാത്ത, മലക്കുകളിൽ ഏറ്റവും പ്രമുഖനായ ജിബ്രീൽ അലൈഹിസ്സലാമിനും കടന്നുപോകാൻ കഴിയാതിരുന്ന ആ മഹോന്നതമായ പദവിയിലേക്ക് അല്ലാഹു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉയർത്തിക്കൊണ്ടുപോയി. നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ഹബീബിന്റെ ഉമ്മത്താണ് നാം എന്നുള്ളതാണ്. ആ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്താണ് നാം. റസൂൽ എത്രയാണ് സ്വന്തം ഉമ്മത്തിനെ പരിഗണിച്ചത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായി നാം കാണേണ്ടത് നമുക്കൊക്കെ ആ ഹബീബിന്റെ ഉമ്മത്താകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഹബീബിന്റെ ഉമ്മത്താകാൻ കഴിഞ്ഞു. പ്രവാചകന്മാർ വരെ ആകാൻ കൊതിച്ച പദവിയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഒരു വേള അള്ളാഹുവിനോട് പറഞ്ഞു പോകുന്നുണ്ട്, ആ ഹബീബിന്റെ ഉമ്മത്തിലെ ഒരംഗമാകാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അതെത്ര വലിയ സൗഭാഗ്യമാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ പരിഗണിക്കുന്ന, ഉമ്മത്തിനെ സ്നേഹിക്കുന്ന, ഉമ്മത്തിനെ വില നൽകുന്ന ആ ഒരു പ്രക്രിയ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഹബീബിന്റെ ഉമ്മത്താകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നാം ഹൃദയവിശുദ്ധിയിലൂടെ റമളാനിലേക്ക് ഒരുങ്ങുമ്പോൾ നമുക്ക് മുന്നിൽ മാതൃകയായിട്ടുള്ളത് ഹബീബിന്റെ ജീവിതമാണ്. ഹബീബിന്റെ ജീവിതമാണ്. ഏത് രൂപത്തിൽ നോക്കിയാലും, ഏത് കോണിൽ നിന്ന് നോക്കിയാലും എല്ലാത്തിനും ഹബീബിൽ മാതൃകയുണ്ടെന്നാണ്. അത്രമേൽ സൗമ്യമായി, അത്രമേൽ സമഗ്രമായി, അത്രമേൽ വിശുദ്ധമായി ആ ജീവിതത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ശത്രുവിനെയും മിത്രമാക്കി മാറ്റുന്ന സ്വഭാവമാണ്, പെരുമാറ്റമാണ് ഹബീബിൻ്റെത്. അതാണ് ഒരു ഉറുദു കവി പാടിയത്.
था नबी का दुश्मनों के साथ उल्फत का सुलूक, दोस्त बन जाते थे दुश्मन आपके अഖ്ലാഖ് पर. അങ്ങയുടെ സ്വഭാവ ഗുണം കണ്ടാൽ അങ്ങയുടെ ശത്രുക്കൾ പോലും മിത്രമായി പോകുന്ന, അങ്ങയെ സ്നേഹിച്ചു പോകുന്ന ആ അർത്ഥത്തിലാണ് അങ്ങയുടെ പെരുമാറ്റമുള്ളത്. അങ്ങനെയുള്ള നല്ല പെരുമാറ്റങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതനായതു തന്നെ. ഇന്നമാ ബുഇത്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, നിങ്ങളുടെ ഇടയിൽ നല്ല സ്വഭാവങ്ങളുടെ, നല്ല പെരുമാറ്റങ്ങളുടെ, നല്ല ശീലങ്ങളുടെ പൂർത്തീകരണത്തിനാണ് എന്നെ നിയോഗിച്ചത്, അതിനു മാത്രമാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഏതു മേഖല എടുത്താലും ഹബീബിൽ നമുക്ക് മാതൃകയുണ്ട്. കുടുംബത്തിലെ കാര്യമെടുത്താലും അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചുവല്ലോ, ഖൈറുക്കും ലിനിസായിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായവർ നിങ്ങളുടെ ഇണകളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. വഅന ഖൈറുക്കും ലിനിസായി, പ്രിയമുള്ള സഹാബാക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറിയവൻ ഞാനാണ് എന്ന് ആർജവത്തോടെ പറയാൻ കഴിഞ്ഞു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. മക്കളെ പരിപാലിക്കുന്നിടത്ത് ഏറ്റവും നല്ല പിതാവായി, ഏറ്റവും നല്ല ഗൃഹനാഥനായി, ഒരു രാജ്യം ഭരിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നത് ഹബീബിൽ മാതൃകയുണ്ട്. എങ്ങനെ ഒരു നല്ല അധ്യാപകനാകാം, ഹബീബിൽ മാതൃകയുണ്ട്. എങ്ങനെ നല്ല ഒരു ബിസിനസ് നടത്താം, സാമ്പത്തികമായ ഇടപാടുകൾ എങ്ങനെ നടത്താം, എങ്ങനെ സമൂഹത്തിൽ ഇടപെടാം, ന്യൂനപക്ഷങ്ങളെയും ഹബീബ് ചേർത്തു നിർത്തിയ ആ സഹിഷ്ണുതയുടെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിച്ചാൽ ഈ ബഹസ്വര സമൂഹത്തിൽ ഒരു മുഅ്മിനിന് എങ്ങനെ നിലകൊള്ളണമെന്നത് കൃത്യമായി ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ആ അർത്ഥത്തിലുള്ള വളരെ പവിത്രമായ ജീവിതം കണ്ടുകൊണ്ടാണ് ദാർശനിക ചരിത്രകാരന്മാരൊക്കെ അതിനെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞത്. മൈക്കിൾ എച്ച് പറയുന്നുണ്ടല്ലോ, മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദ ലിസ്റ്റ് ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് മേ സർപ്രൈസ് സം റീഡേഴ്സ്. ലോക ചരിത്രത്തിൽ ഇത്രമേൽ സ്വാധീനിച്ച 100 വ്യക്തികളെ എണ്ണുന്നതിൽ ഒന്നാമതായി ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞെടുത്തത് ചില വായനക്കാരെ അതിശയപ്പെടുത്തിയേക്കാം, ചിലർ അത് ചോദ്യം ചെയ്തേക്കാം. പക്ഷേ but he was the only man in the history who was supremely successful on both religious and secular level. അതുപോലെ മതപരമായ വിഷയങ്ങളിലും മതേതര വിഷയങ്ങളിലും അതുപോലെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയെയും ലോക ചരിത്രത്തിൽ, മാനവ ചരിത്രത്തിൽ കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞത് ഇതുപോലെയുള്ള ദാർശനിക ചരിത്രകാരന്മാരാണ്. അതുകൊണ്ട് നമുക്കെല്ലാത്തിലും ഹബീബിൽ മാതൃകയുണ്ട്. ആ ഹബീബിന്റെ ഉമ്മത്താകുന്ന നാം ആ ഹബീബിനെയാണ് മാതൃകയാക്കേണ്ടത്. വൈകാരിക വിക്ഷുബ്ധതയുടെ മുന്നിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച സഹിഷ്ണുതയുടെ പാഠങ്ങളാണ്, സംയമനത്തിന്റെ പാഠങ്ങളാണ്, സ്നേഹത്തിന്റെ പാഠങ്ങളാണ്, ചേർത്തുനിൽപ്പിന്റെ പാഠങ്ങളാണ് നമുക്ക് ഊർജമാകേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ജീവിതത്തെ കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും പരിശുദ്ധ ശഅബാൻ നാം എല്ലാവരും വിനിയോഗിക്കണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോടും എന്നോടുമായി പറയാനുള്ളത്. പ്രിയമുള്ളവരെ, സാന്ദർഭികമായി ഉണർത്തുകയാണ്, നാം നിലകൊള്ളുന്നത് ശഅബാനിലാണ്. ശഅബാനിലെ വളരെ പവിത്രമായ രാവാണ്, വളരെ പവിത്രമായ രാവും പകലുമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഇന്നത്തെ മഗ്രിബോടെ ബറാഅത്തിന്റെ രാവ് നമ്മിലേക്ക് സമാഗതമാവുകയാണ്. മഹാന്മാരൊക്കെയും ഒരുപാട് കാലങ്ങളായി നമ്മോട് വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണാനും ആ അർത്ഥത്തിൽ പരിഗണിക്കാനും ദുആകൾ കൊണ്ടും
സുഹൃതങ്ങൾ കൊണ്ടും ധന്യമാക്കാനും നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുള്ള വളരെ പവിത്രമായ രാവും പകലുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നോമ്പുകൾ കൊണ്ടും നിസ്കാരങ്ങൾ കൊണ്ടും ദുആകൾ കൊണ്ടും മറ്റു പ്രത്യേക അദ്കാറുകൾ കൊണ്ടും ഈ രാവിനെയും പകലിനെയും അത് കഴിഞ്ഞുള്ള പകലിനെയും നിങ്ങൾ ധന്യമാക്കണമെന്നാണ് പറയാനുള്ളത്. പ്രത്യേകമായി മഗ്‌രിബിന് ശേഷം നാം ചൊല്ലി വരാറുള്ള 3 യാസീനുകളും സൂറത്തു ദുഹാനൊക്കെ എല്ലാവരും കൃത്യമായി ചെയ്യണമെന്നും അതിലൊന്നാമത്തെ യാസീൻ ആയുസ്സിലെ ബർക്കത്തുണ്ടാകാനും, രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാനും, മൂന്നാമത്തേത് ഈമാൻ വർദ്ധിക്കാനുമായി നമുക്ക് കാലങ്ങളായി ചെയ്തു വരുന്ന സുഹൃതങ്ങളാണ്. അതൊക്കെ എല്ലാവരും കൃത്യമായി നിർവഹിക്കണമെന്നും സൂറത്ത് ദുഹാനൊക്കെ പാരായണം ചെയ്യണമെന്നും ഈ രാത്രിയുടെ മഹത്വം മനസ്സിലാക്കി ദുആകൾ ചെയ്യണമെന്നും പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ദുആക്ക് ഇജാബത്തുള്ള രാവായിട്ടാണ് മഹാരഥന്മാർ ഇതിനെ കാണുന്നത്, കണക്കാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വലിയ പ്രതിസന്ധികളിലൂടെ, വിശിഷ്യ മുസ്ലിം ലോകം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആകളിൽ എല്ലാ നമ്മുടെ സഹോദരങ്ങളെയും പ്രയാസം അനുഭവിക്കുന്നവരെയും എല്ലാവരെയും കൃത്യമായി ഉൾപ്പെടുത്തണമെന്നും നിങ്ങളോടും എന്നോടുമായി വസിയത്ത് ചെയ്യുകയാണ്. നാം പ്രത്യേകമായി റമദാനിലേക്ക് വീടകങ്ങളും മനസ്സും ശരീരവും ഒക്കെ റമദാനിലായി ഒരുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കൃത്യമായി ഹബീബിൻ്റെ ചര്യകളെ, ഹബീബിൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങളെ, ആ പെരുമാറ്റങ്ങളെ, ആ ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.